2024 അതെ. ഇനി അതിനൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. ഈ ലിപ് ലോക്ക് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ചെയ്തപ്പോൾ കൂടി അങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നിയില്ല. നമ്മൾ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സീൻ മാത്രം വരുന്നു. പിന്നെന്താ, പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ ആട്ടെന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലിനോട് എത്രത്തോളം നീതി പുലർത്തുന്നത് അതിനുള്ള കണ്ടന്റ്? പക്ഷേ ആട്ടത്തിന് രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന്, ഒരു സ്റ്റേജിൽ നടക്കുന്ന പ്ലേ, നാടകം, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നടക്കുന്ന എന്ത് പെർഫോമൻസിനും ആട്ടം എന്ന് പറയാം. രണ്ട്, ആട്ടത്തിന് ആടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാഞ്ചല്യം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് ആടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് അർത്ഥവും ഈ സിനിമ കാണുമ്പോൾ മനസ്സിലായി. രണ്ട് അർത്ഥവും ഈ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആട്ടം എന്ന് പറയുന്നൊരു ടൈറ്റിൽ ഇട്ടത് തന്നെ. ഏത് തരത്തിലുള്ള ഓഡിയൻസിനാണ് കൂടുതൽ? ഒരു ഇന്ന ടൈപ്പ് ഓഡിയൻസ് എന്ന് ഞാൻ എഴുതാൻ നേരത്തോ ഇത് ഡയറക്റ്റ് ചെയ്യാൻ നേരത്തോ എൻ്റെ മനസ്സിലായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാ സെൻസിബിലിറ്റീസിലും ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന, യാതൊരുവിധ ബുദ്ധിജീവി കാര്യങ്ങളും ഇല്ലാത്ത, അല്ലേ, യാതൊരുവിധ അഭ്യാസങ്ങളും ഇല്ലാത്ത വളരെ സാധാരണമായൊരു സിനിമ. എങ്ങനെ ശക്തമായിട്ട് കഥ പറയാമെന്നുള്ളതായിരുന്നു. ഒരു സസ്പെൻസ് ഡ്രാമയാണ് എസെൻഷ്യലി സിനിമ. അപ്പോൾ ആദ്യം മുതൽ ഒരു 10 മിനിറ്റ് കയറി, ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉദ്വേഗജനകമായിട്ട് അവസാനം വരെ എങ്ങനെ ആൾക്കാർക്ക് കണ്ടിരിക്കാം, അങ്ങനെ ഒരു സിനിമ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ആദ്യം മുതലുള്ള ഒരു ആലോചന. അതിനകത്ത് പറയുന്ന ഒരു ക്രൈം വളരെ സീരിയസ് ആയിട്ട്, വളരെ യൂണിവേഴ്സലി റെലവൻസ് ഉള്ള ഒരു ക്രൈമും അതിൻ്റെ പല വശങ്ങളും ആണ് പടത്തിൻ്റെ വിഷയവും പടത്തിൽ ട്രീറ്റ് ചെയ്തു പോയിരിക്കുന്നത്. സിനിമ കണ്ട ഒരുപാട് ആളുകൾ ഈ സിനിമയിലെ ഈ ഇത്രത്തോളം കഥാപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും. പക്ഷെ ഇവരൊന്നും പ്രേക്ഷകർക്ക് കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ക്രൂവിനെ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള ആ ഒരു തോട്ട് എവിടെ നിന്നാണ്? അതിൻ്റെ പ്രധാന കാരണക്കാരനാണ് ഈ ഇരിക്കുന്ന വിനയ് ഫോർട്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അതായത് 12 ആണുങ്ങളും ഒരു പെണ്ണും ഉള്ള സിനിമയാണിത്. ആദ്യാവസാനമുള്ളവരാണ്. അതിൽ ഷാജോൺ ചേട്ടനും സെറിനും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും, ഞങ്ങളെല്ലാവരും ഒരു 10-18 വർഷമായിട്ട് എനിക്ക് ഇവരെല്ലാവരും അറിയാം. ഞങ്ങളൊരു നാടക സംഘത്തിലെ ആക്ടേഴ്സ് ആയിരുന്നു, വിനയ് ഉൾപ്പെടെ. അവിടുന്ന് ഞങ്ങളൊരു യാത്ര പോയപ്പോൾ വിനയുടെ ഐഡിയ ആണ്, വിനയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇവരെ വെച്ച് നിനക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ, ഇവർക്ക് വേണ്ടി കാരണം വിനയ് ഇപ്പോൾ സിനിമയിലുണ്ട്, ഇവരെയൊക്കെ സിനിമയിലോട്ട് കൊണ്ടുവരണം, അവർ ഗംഭീര നാടക നടന്മാരാണ്, പക്ഷേ ഇവരെ സിനിമയിലോട്ട് കൊണ്ടുവരണം, അതിന് നിനക്കൊരു സാധനം എഴുതാൻ പറ്റുമോ എന്ന് പറയുന്ന അവിടുന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ആക്ച്വലി സാധാരണ നമ്മളെപ്പോഴും പല സ്ഥലത്തും പറഞ്ഞു കഴിഞ്ഞു, നമ്മളൊരു കഥ, ഒരു ഐഡിയ ആലോചിച്ച് അത് കഥയായി, സ്ക്രിപ്റ്റായി, അങ്ങനെയാണല്ലോ ഒരു സിനിമ നടക്കുന്നത്. ഇത് മറിച്ച് ആദ്യം തന്നെ കാസ്റ്റാണ് ഉണ്ടായത്. ഈ ഇത്രയും 11 പേരെ കാസ്റ്റ് ചെയ്ത് 11 പേർക്ക് ഇവർക്ക് വേണ്ടി എഴുതിയ സിനിമയാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അതേപോലെ ഈ ഫെസ്റ്റിവൽസിന് പോകുന്ന സിനിമകൾ, നല്ല അഭിപ്രായം വരുന്ന സിനിമകൾ, അവാർഡ് പടങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അവാർഡ് പടങ്ങളെന്ന് അതൊരു അബദ്ധമായെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് ഇപ്പം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആട്ടം, ഏതുതരം പ്രേക്ഷകർക്കാണെങ്കിലും. സോ അത്തരത്തിൽ ഈ ഫെസ്റ്റിവലിൽ വന്ന നല്ല അഭിപ്രായങ്ങൾ വന്നത് ഒരു അബദ്ധമായി പോയെന്ന് തോന്നുന്നുണ്ട്? ഇല്ല, അബദ്ധമായി പോയെന്ന് തോന്നില്ല. കാരണം ഫെസ്റ്റിവൽസിന് നമ്മൾ വെറുതെ ഫെസ്റ്റിവൽസിന് പോകുക മാത്രം, നമുക്ക് അവിടെ എല്ലാം ഈ പറഞ്ഞ സ്വീകാര്യത കിട്ടിയോണ്ട് ഈ പറഞ്ഞൊരു റിസ്ക് ഉണ്ട്. ഈ ഫെസ്റ്റിവൽസിന് പോയി കഴിയുമ്പോൾ ഇത് അവാർഡ് പടം എന്ന് പറയുന്നതിന്റെ റിസ്ക് ഉണ്ടെങ്കിൽ പോലും, പ്രത്യേകിച്ച് അവസാനം വന്ന IFFKയിൽ വന്ന ആളുകളുടെ റിസപ്ഷൻ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വളരെ ഒരു ചെറിയ പടമായിട്ട് ഇപ്പം നമുക്ക് ഒരു ആദ്യത്തെ ദിവസം കിട്ടിയ മൊമെന്റം ഒരു പക്ഷെ ഒരു 3-4-5 ദിവസം എടുത്തേനെ കിട്ടാനായിട്ട്. ഈ ഒരു ആളുകൾ ഇങ്ങനെ പറയും, ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസത്തിനകത്ത് ആ തെറ്റിദ്ധാരണ മുഴുവൻ മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ട ആളുകൾ, അതാണ് മറ്റേ ഇപ്പോൾ നിങ്ങൾ മെജോറിറ്റി ആളുകൾ സിനിമ കണ്ടില്ല എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പ്രസ് മീറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഈ സിനിമ കണ്ട ആളുകൾ ഈ സിനിമക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അതെ, ഈ സിനിമ ഇപ്പം നമ്മൾ ഒരു
പ്രിവ്യൂ നടത്തിയാലും അല്ലെങ്കിൽ ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ കാണാനിടയായ ആളുകൾ ഈ സിനിമ അവരൊന്നും ഈ സിനിമയുടെ ഭാഗമല്ല, എന്നിട്ട് കൂടി അവര് നമുക്ക് വേണ്ടി ഫേസ്ബുക്കിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ സിനിമ പോലെ നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു 10 ഇരട്ടി പ്രൊമോഷൻ അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണല്ലോ, അപ്പോഴാണ് നമ്മളൊരു സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ സിനിമക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തേനെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ സിനിമ കാണേണ്ടതാണെന്ന് പറയുന്ന തരത്തില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഈ സിനിമക്ക് കഴിവുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ കാണുകയാണെങ്കിൽ അവർ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ ഉത്തരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടൊരു വഴിയെ ഇനി പറ്റൂലെന്ന് അവർ പറയുന്നു ഇൻസ്റ്റാഗ്രാം. അപ്പോൾ അതിൽ മെജോറിറ്റി ആളുകൾ പറയുന്ന എല്ലാവരും ഇങ്ങനൊരു പ്രീ കൺസീവ്ഡ് നോഷനുമായിട്ടാണ് പോകുന്നത്. ഇതൊരു സ്ലോ പേസ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു അവാർഡ് കിട്ടിയ സിനിമയാണല്ലോ എന്നുള്ള തരത്തിൽ. എനിക്കൊരു പുറം രാജ്യങ്ങളിൽ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ സിനിമ കാൻസിൽ വിന്നറായിരുന്നു. റയാൻ ഗോസ്ലിംഗ് ഒക്കെ അഭിനയിച്ച എക്സ്ട്രീംലി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടം കാൻസിൽ വിൻ ചെയ്ത പടം. അത് ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ട് ഹോളിവുഡിൽ വർക്ക് ആയ പടം. അപ്പൊ നമ്മുടെ ഇവിടെ എന്തൊരു അവാർഡിന് പോയത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമയുടെ മെറിറ്റാണ്. ഈ സിനിമയിൽ അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കോണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അവാർഡിന് പോയത്. അപ്പൊ ഈ സിനിമ ഈ ആനന്ദത എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാമെന്ന് പറയുന്ന തോട്ട് മുതല് ആനന്ദിനും അല്ലെങ്കിൽ ആസ് എ ടീം നമുക്കുള്ള ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത്യന്തിക ഒരു ഗംഭീര സിനിമ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഈ പറയുന്ന 9 പേരുടെ ഈ ലോഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം. ഈ ലോഞ്ച് സംഭവിക്കണം, അല്ലെങ്കിൽ ഇവർക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ സിനിമ കമേഴ്ഷ്യലി വർക്കാണ്. ഇത് മൈനോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ആളുകൾ കാണുന്ന സിനിമ മാത്രമാണെങ്കിൽ നമ്മൾ 1.5 വർഷം എടുത്ത പണി മുഴുവൻ വെറുതെ ആവും. കാര്യം അത്ര ഒരു ഏരിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സിനിമയുടെ ഒരു നമ്മൾ ഈ പറയുന്ന ഇവരെ ലോഞ്ച് ചെയ്യുന്ന സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ച ആ മൊമെന്റിൽ ഡിസൈഡ് ചെയ്ത ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. ഇതൊരു എക്സ്ട്രീംലി എൻഗേജിങ് ആയിട്ടുള്ള നല്ല ഫാസ്റ്റ് പേസ് ഉള്ള ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന ത്രില്ലർ ആയിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് എഴുത്ത്. ഈ ആനന്ദ് 1 ലൈൻ തന്നു കഴിഞ്ഞപ്പോഴും അതിനുശേഷം സ്ക്രിപ്റ്റിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഈ ആക്ടേഴ്സിനെ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്യുമ്പോഴും ഈവൻ പെർ ഡേ ഓരോ സീൻ ഷൂട്ട് ചെയ്യുമ്പോഴും ആസ് എ ഫിലിം മേക്കർ ആനന്ദ് എൻഷുർ ചെയ്തിരുന്നൊരു കാര്യം ഈ സിനിമയുടെ പേസ് ആണ്. അതായത് നമുക്ക് ഉറപ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന 1 മിനിറ്റ് കൂടി ഒരാൾ ബോറടിക്കരുത് എന്നുള്ളതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഇത് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള നല്ല പേസുള്ള ഒരു സിനിമയായിരിക്കണം. അപ്പൊ ഇത് നമ്മുടെ ഒരു ഭയങ്കര ഒരു ബേസിക് ക്രൈറ്റീരിയ ആയിരുന്നു. ഇതിന്റെ മുകളിലാണ് ഇപ്പൊ ആളുകൾ ചർച്ച ചെയ്യുന്ന പല പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റേ പറയുന്ന പോലെ ഭയങ്കര മെറിറ്റും അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷനൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ അത്യന്തികമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത് നല്ല ഇന്റൻസ് ആയിട്ടുള്ള നല്ല പേസ് ഉള്ള ഒരു സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ത്രില്ലർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ ആളുകൾ കാണുള്ളൂ. നമ്മൾ എന്ത് ഫോം എടുത്ത് നോക്കിക്കോളൂ, നമ്മളെ അത് ഏത് ആർട്ട് ഫോം ആണെങ്കിലും സിനിമയോ നാടകമോ പാട്ടോ എന്താണെങ്കിലും ബേസിക്കലി നമ്മൾ എൻഗേജ് ചെയ്യണം ഒരാളെ. കാഴ്ചക്കാരനെ എൻഗേജ് ചെയ്യിച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കാൻ. നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തുകൊണ്ടോ ഇങ്ങനൊരു ധാരണയുടെ പുറത്ത് ആളുകൾ പോകും. ഇപ്പോ ആ സിനിമ കണ്ട ആളുകൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഓക്കെ ഇത് ഇങ്ങനെ ഒരു സിനിമയാണെന്ന് കരുതി പോയതിൽ നമ്മൾ ഖേദിക്കുന്നത്. ഭയങ്കര പേസ് ഉള്ള ഒരു ഗംഭീര സിനിമയാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് നേരത്തെ ഷാജോൺ ചേട്ടൻ പറഞ്ഞാണ്. അതായത് 2024 തുടങ്ങാൻ പറ്റിയ സിനിമ. 2024 ആദ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഗംഭീര സിനിമ. ഇനി 2024 നല്ല തുടക്കമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലെ, അതാണ് ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെ ടാഗ് ചെയ്യാതിരിക്കുക. ഇതൊരു പറയുന്ന പോലെ നല്ല പേസുള്ള ഇന്റൻസ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. ആക്ച്വലി ഈ ആദ്യത്തെ പ്രിവ്യൂ ഷോവിന് ബേസിൽ വന്നപ്പോ ബേസിൽ എൻ്റെ അടുത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോ ബേസിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇടേ ഉള്ള കാര്യം പറയാലോ, ഇത് എന്തോ അവാർഡ് പടം കാണാമെന്നാന്ന് വിചാരിച്ചാൽ മതി, ഇത് നല്ല 1-ാം കൊമേഴ്ഷ്യൽ പടമാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെയും ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ലോകധർമ്മി എന്ന് പറഞ്ഞ നാടക സംഘത്തില് നമ്മുടെ ഫേവറേറ്റിസ്റ്റായ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. നന്ദൻ നമുക്ക് ഫെമിലിയർ ആണ്. നന്ദൻ ഒരുപാട് പടങ്ങളുടെ ഭാഗമായി വർഷങ്ങളായി സിനിമയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ വുഡ് ലവ് ടു ഇൻട്രൊഡ്യൂസ് നമ്മുടെ കാസ്റ്റ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. ക്രൂവിൽ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഈ സിനിമയിൽ
ചില റിവ്യൂസിലൊക്കെ ഞാൻ കേട്ടു ഡബിങ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ സിനിമ സിംഗ് സൗണ്ട് ആണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത്രയും ഇന്റൻസ് ആയ ഡയലോഗ് ഡ്രിവൺ ആയ ഒരു സിനിമ വേർ പീപ്പിൾ ആർ യൂസിങ് വേർഡ്സ് ലൈക്ക് വേർബൽ ആക്ഷൻ, ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ വരുന്ന ഒരു സിനിമയിൽ ഡയലോഗ് ഡ്രിവൺ ആയ ഒരു സാധനം 35 ദിവസത്തിലധികമുള്ള റിഹേഴ്സൽസ് കഴിഞ്ഞ ശേഷമാണ് ഇവർ ഷൂട്ട് ചെയ്തത്. അപ്പോൾ വിത്ത് ഇമ്മെൻസ് പ്രൈഡ് വി പ്രസന്റ് ടു യു ദ ന്യൂ ഫേസസ് ആനന്ദ് ഹാസ് ഇൻട്രൊഡ്യൂസ് ടു ആട്ടം. I would love to start with Manan. ഞാൻ മദൻ ബാബു, ആക്ടറാണ്. പിന്നെ അഭിനയത്തോട് താല്പര്യമുള്ളതാണ്, പാഷൻ അഭിനയമാണ്. എൻ്റെ പേര് അജി തിരുവാങ്കുളം. ചെറുപ്പം വരെ നാടകകമ്പമാണ്. ഇപ്പോഴും സിനിമയിൽ വന്നിട്ട് സന്തോഷമുണ്ട്. എൻ്റെ കാരണം ആനന്ദും വിനയുമാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സിജിൻ എന്നാണ്, തൃപ്പൂണിത്തുറ. നിരവധി വർഷത്തെ നാടക അനുഭവത്തിന് ശേഷം ഇപ്പോൾ 2024 ഏറ്റവും നല്ല സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനൊക്കെ കഴിഞ്ഞു. എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ പേര് സെൽവരാജ് രാഘവൻ. 24 ഏറ്റവും നല്ല സിനിമ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 45 വർഷത്തെ നാടക പരിചയത്തിൽ നിന്നുള്ള ഒരു നാടകം, അതിന് പ്രധാന കാരണം വിനയ് ഫോർട്ടാണ്. ഈ നാടകം, ഈ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അങ്ങനെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു. എൻ്റെ പേര് സുധീർ ബാബു എന്നാണ്. ഞാൻ പഠിച്ചത് തിയേറ്ററാണ്. ജോലി അതുതന്നെയാണ്, തിയേറ്റർ അധ്യാപകനാണ്. താങ്ക് യു. എൻ്റെ പേര് ജോളി ആൻ്റണി, പാലാകട്ടുള്ള സ്വദേശം. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ നാടക മേഖലയിലുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണത്. ഞാൻ പ്രശാന്ത് മാധവൻ. സിനിമയിൽ എൻ്റെ പേര് പ്രശാന്ത് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും ഉണ്ട്. വി ഹാവ് എ ബ്രില്യൻ ടെക്നിക്കൽ ക്രൂ ഫോർ ദിസ് ഫിലിം. മഹേഷ് ബോനേൻ ആർ എഡിറ്റർ. ഞാൻ മഹേഷ് മുനൻ, ഇതിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. മഹേഷ് KCF പോലെയുള്ള ഒരുപാട് പ്രോഡക്ട്സിന്റെ എഡിറ്ററാണ്. മധുരം എന്ന സിനിമയുടെ എഡിറ്ററാണ്. മധുരം KCF ഒക്കെ ചെയ്തത് മഹേഷാണ്. ഇപ്പോഴും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ലൈനപ്പ് ഹി ഹാസ്. എളിമയാണ് പുള്ളിയുടെ ഒരു പ്രശ്നം. ഞങ്ങൾ അനിരുദ്ധ് അനീഷ് ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറാണ്. അവനാ പ്രശ്നമില്ല. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഞാൻ ആനന്ദ് എന്ന ക്യാമറയുടെ അസോസിയേറ്റ് ആയിരുന്നു. മൈക്കിച്ചിരി അടുപ്പിച്ചു. സന്തോഷം. ഇപ്പം ഈ പറയുന്ന പോലെ 24 ആദ്യത്തെ സിനിമ തന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് പ്രേക്ഷകർ കാണാൻ ഇത് കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ പറയുന്ന പോലെ നല്ല സസ്പെൻസ് ഡ്രാമയാണ്. നിങ്ങൾ 2 മണിക്കൂർ ഒരിക്കലും ബോറടിപ്പിക്കാതെ ഭയങ്കര സസ്പെൻസ് എലമെൻസ് ഒക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ചോദ്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. വിനേട്ട, ഈ പടത്തിലെ ഒരു ലിപ് ലോക്ക് സീനൊക്കെ ഉണ്ട്. അല്ല, സാധാരണ ബാക്കി പടങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ദിവസം കഴിയുമ്പോൾ ആ ലിപ് ലോക്ക് സീനിൻ്റെ ഒക്കെ ചർച്ചകൾ വരാറുണ്ട്. ഇങ്ങനെ നടൻ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഈ പടം ഇറങ്ങിയ ശേഷം വിനയേട്ടൻ ലിപ് ലോക്ക് മാത്രം ചർച്ചയായിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അത് അത് മരുന്നായിട്ട് കൊടുത്തോട്ടെ. 2024 അതെ, ഇനി അതിനൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. ഈ ലിപ് ലോക്ക് എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് ചെയ്തപ്പോൾ കൂടി അങ്ങനെ ഭയങ്കര പ്രത്യേകത തോന്നിയില്ല. നമ്മൾ മറ്റേതൊരു സീൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സീൻ മാത്രമായിരുന്നു. പിന്നെന്താ, പിന്നെ ആ സിനിമയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. US വെച്ച് നമ്മുടെ പടം കാണിച്ചല്ലോ. നമ്മളവിടെ പടം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചർച്ചയാക്കുന്ന അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ലിപ് ലോക്ക് ഒക്കെ. അപ്പൊ അവിടെ ഒരു മലയാളി, അവിടുത്തെ ഒരു മീഡിയക്കാരൻ, അവിടെ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒന്ന് മാറ്റിനെ പിടിച്ച് മാറ്റി വെച്ചിട്ട് ചോദിച്ചു, അത്
ഇതിനകത്തൊരു ഭയങ്കര ലോങ് ഒരു ലിപ് ലോക്ക് സീനുണ്ടല്ലോ, അത് സാധാരണ മലയാളത്തിൽ കാണാത്തല്ലേ. ഞാൻ അത് വെച്ചിട്ടൊരു സാധനം എഴുതട്ടെ, നമ്മുടെ മുട്ടുകാരി അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിലറിൽ നിങ്ങളത് വിട്, ടീസറിൽ നിങ്ങളത് വിട്, അത് നല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ അത് കുറഞ്ഞുള്ള ആള് മതി. ഈ പറഞ്ഞ പോലെ 2024 ലിപ് ലോക്ക് ഒക്കെ ഒരു ചർച്ചയാണ്. ഓരോരുത്തർക്ക് താല്പര്യമുള്ളതിനെ കുറിച്ചല്ലേ ചോദിക്കുള്ളൂ. അല്ലല്ല, പക്ഷെ പുള്ളി ചോദിച്ചത് എന്തുകൊണ്ട് ചർച്ച ആവുന്നില്ല. നല്ല കാര്യമല്ലേ, നല്ല രീതിയില, അത് വേണം. ഈ 2024 ഇത്രത്തോളം പുരോഗമനം ഉണ്ടെന്ന് പറയുന്നു. ഈ പുരോഗമനം പറയുന്നത് സിനിമയിൽ ജീവിതത്തിൽ പ്രാഗൽഭിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിലായാലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ പുരോഗമനം സംസാരിച്ചിട്ട്? ഇങ്ങനെ എന്തെങ്കിലും? ഞാനൊന്നും സംസാരിക്കാറില്ലല്ലോ. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന ആകെ ഞാനൊരു നടൻ മാത്രമാണ്. അതിന്റെ നല്ല തിരിച്ചറിവ് എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു തൊഴിൽ ചെയ്യുന്നു, ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്നെ വിശ്വസിച്ച് ഇപ്പൊ ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത്, എനിക്കൊരു തിരക്കഥയായിരുന്നു, എന്നോട് അഭിനയിക്കാൻ പറയുന്നു. ഞാൻ അവിടെ ജസ്റ്റിസ് കാണിക്കുന്നു, ഏറ്റവും നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. ഞാൻ പുരോഗമനം ഒരിക്കലും പ്രസംഗിക്കാറില്ല. എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ അത്. ഞാൻ ഒരു നടനാണ്, ഞാൻ അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാനൊരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. എനിക്കത് ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറില്ലല്ലോ. പ്രതികരിക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? ഗതികിടുമ്പോ പ്രതികരിക്കും. ഇപ്പൊ ഫോട്ടോസില് വീട്ടിൽ കിടന്ന് ഉറങ്ങാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് കൊതുക് കൂടി ഫോട്ടോസിൽ ആ പരിസര പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മപുരത്ത് മറ്റേ സ്ഥിരമായി തീ കത്തി, മനസ്സിലായോ, അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഒരു മനുഷ്യന്റെ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവന അപകടം ഉണ്ടാവുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, വേറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഈ ലിപ് ലോക്ക് കേസൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ്, ഞാൻ പ്രൊഫഷണൽ ആക്ടറാണ്. ഞാൻ 15 വർഷമായിട്ട് ഒരു ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാൻ 10-65 സിനിമ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടർ എന്നോട് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സ്ക്രിപ്റ്റിനോട് കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിം മേക്കറിന്റെ കോളാണ്. ആ സിനിമയ്ക്ക് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ ഒരു റിസർവേഷനും വെക്കുന്നില്ല. ഇപ്പൊ നാളെ നാളെ ഒരു സിനിമയിൽ ഇപ്പൊ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് സിനിമയുടെ ആവശ്യമാണെങ്കിൽ, കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ 100% ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറിനോട് ഒരിക്കലും പറയില്ല, അയ്യോ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര സിനിമ ചെയ്ത ആളാണെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ നോൺസെൻസ് ഒന്നും ഞാൻ പറയില്ല. നമ്മളൊരു തിരക്കഥ വായിച്ച് ഒരു സംവിധായകൻ വിശ്വസിച്ചൊരു സിനിമക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഫാസ്റ്റ് പറയുന്നുണ്ടായി, എന്റെ സിനിമ വേണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, എന്റെ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, എനിക്ക് നല്ലതാണെങ്കിലേ കാണുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ അതെ. അല്ല, ഇത്തരം സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ ആഗ്രഹിക്കാത്ത ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു നടനെ സംബന്ധിച്ച് സമൂഹത്തിന് കൊടുക്കേണ്ടത് എത്രത്തോളമുള്ള കടമകളാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം? ഞാൻ അത്രയൊന്നും കോംപ്ലിക്കേറ്റ് ചെയ്യില്ലല്ലോ കാര്യങ്ങൾ. അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ കൂടെ സമൂഹത്തിന് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര മെസ്സേജ് കൊടുത്ത് ജനങ്ങളെയൊക്കെ ഭയങ്കര വേറൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞു, ഞാനൊരു സാധാരണ നടനായതുകൊണ്ടിട്ടായിരിക്കാം. നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഫിലിം മേക്കർ, സ്റ്റോറി ടെല്ലറാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ ചൂസ് ചെയ്യുമ്പോൾ അതിനോട് ജസ്റ്റിസ് കാണിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫഹദ് പറഞ്ഞതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഫഹദ് പറഞ്ഞു ഈ സിനിമകൾ ആളുകൾ പറയില്ല ഇടയ്ക്ക് നമ്മളോട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനെ കൊണ്ട് അവരിങ്ങനെ പറയാം, നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ ആണെന്നുകൊണ്ടാട്ടോ നിങ്ങളുടെ സിനിമകൾ ഓടുന്നതെന്ന് അവർ പറയും. അതിൽ നമുക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ജനങ്ങൾ നല്ല സിനിമകളാണ് കാണുന്നത്, മോശം പടങ്ങൾ ഒരാളും കാണില്ല.
അപ്പം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സിനിമ ആയതുകൊണ്ടിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വലിയ താരങ്ങളുടെ സിനിമകൾ എല്ലാ പടങ്ങളും ഓടണ്ടേ, നല്ല സിനിമകളെ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ ആകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഞാനൊരു സ്റ്റാർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്റ്റാറിന് ലക്ഷറി പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, 2 കാരവാനോ അല്ലെങ്കിൽ ബെൻസ് കാറൊന്നും അതൊന്നുമല്ല നമ്മുടെ പ്രയോറിറ്റി. എൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാം. പിന്നെ 20 ദിവസം പ്രൊമോഷൻ ചെയ്യേണ്ടി വരില്ല. സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ ഇവരോട് പറഞ്ഞു, അതായത് ഈ പ്രൊമോട്ട് ചെയ്തതിന്റെ 10-1 എഫേർട്ട് ഉണ്ടായിട്ടില്ല സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോ അതാണ്. അപ്പൊ സ്റ്റാർ ആയിക്കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് ഇഷ്ടമുള്ള തരം കഥാപാത്രങ്ങളെ ഇഷ്ടമുള്ള തരത്തിലുള്ള സിനിമകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ചോയ്സസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസിൽ നിന്ന് നമുക്ക് വർക്ക് ആവുന്ന കാര്യങ്ങൾ പിക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നത്, അത് എൻ്റെ അടുത്ത ജീവിതത്തിലൊരു 10 വർഷം എന്ന് പറയുന്നൊരു ടാർഗറ്റ് ഉണ്ട്. ഈ അടുത്ത 10 വർഷം ചെയ്യുന്ന പോലത്തെ എനർജറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ പറയണം. അല്ല, സ്ക്രീനിൽ അഭിനയിക്കുമ്പോഴുള്ള ഈ വിനയ് ഫോർട്ടും അല്ലാതെയുള്ള വിനയ് ഫോർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പടത്തിന്റെ വിനയ് ഫോർട്ടും ക്യാരക്ടർ വൈസ് ഈ പടത്തിലെ വിനയ് ഫോർട്ടും അതുണ്ട്. അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. വിനയ് ഭയങ്കര വെൽക്കമിങ് ആണ്. ഇവരെല്ലാവരും ഇവരുടെ ഒത്തൊരുമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സെറ്റില് ഷൂട്ടില്ലാത്ത സമയം ഇവര് ഫുൾ പാട്ടൊക്കെ പാടി കളിച്ചും ചിരിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഞാനും ഒന്നായി. ആൻഡ് അവര് എന്നെ ഇത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുകയും വെൽക്കം ചെയ്തതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. പിന്നെ തുടക്കം മുതലേ ആട്ടത്തിന്റെ പ്രോസസ്സും അപ്രോച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ? അപ്പോൾ ഇവരുടെ ഈ ഒറ്റ സുഹൃത്തുക്കളുടെ ടാലന്റിനെ ഷോക്കേസ് ചെയ്യാനാണ്. അതിൽ നിന്നാണ് ആട്ടം തുടങ്ങിയത്. അത് വളരെ പ്യുവർ ഇന്റൻഷനാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആരും ഇതുവരെ ആ കാരണമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല, ഇതായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ തുടക്കം. അപ്പോൾ അത് കാരണം, അത് മാത്രമല്ല വേറെ കുറേ കാരണങ്ങളുണ്ട്. ആട്ടം ഈസ് എ വെരി വെരി സ്പെഷ്യൽ പ്രോജക്റ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ കരിയറിൻ്റെ ഈ പോയിന്റിൽ എനിക്ക് ഇതുപോലത്തെ ഒരു പടം ചെയ്യാനുള്ളൊരു അവസരം കിട്ടും. ആൻഡ് നമ്മൾ 1.5 വർഷം മുന്നേ തുടങ്ങിയ ആ പ്രയത്നവും അധ്വാനത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് പ്രേക്ഷകരും ക്രിട്ടിക്സും ഉൾപ്പെടെ രണ്ടുപേരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവും അഭിമാനവും നല്ല നല്ല ഫീലിംഗ് ആണ്. ഞാനത് ഉളവിട്ടടിക്കാന്ന് വിചാരിച്ചു, ഞാനത് സ്കിപ്പ് ചെയ്തു. ഒന്നും ഇതിലിടുക, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഇനി നമുക്ക് അത്തരം മേഖലകളിലൊക്കെയുള്ള നമുക്ക് എത്രത്തോളം ഈ സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത്, ഫിനാൻഷ്യലൊക്കെ നോക്കുന്ന ആളുകൾ വേറെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ഈ പറയുന്ന പോലെ നമ്മുടെ സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഗ്യാരണ്ടിയാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. ഞാനും ഈ ഓണക്കോടിയൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് 50 കോടി 100 കോടി എന്ന് പറഞ്ഞുകൂടാ. സോറി, ഇതാണ് അത് ഉദ്ദേശിച്ചത്. തമാശ അത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഓണ കോമഡിയാണ്. ഒഴിവാക്കാൻ പറ്റിയില്ല. ഇവര് പോറടിക്കരുതല്ലോ. പൊളിയല്ലോടോ, വൻ പൊളിയാണ്. താൻ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒന്ന് എടുത്ത് നോക്കാം. ഒറ്റ പൈസ കൊടുത്ത് ഇടിപ്പിച്ചിട്ടില്ല. എല്ലാം ജെന്യുവനായിട്ടുള്ള ആളുകൾ സിനിമ കണ്ടിട്ട് സ്റ്റോറി ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇന്നൊരു ഗംഭീര ഒരു ഭയങ്കര രസമുള്ള ഒരു റിവ്യൂ, അത് മറ്റേ എനിക്കൊന്നും അദ്ദേഹം സുരേഷ് ബാബു അപ്പൊ റൈറ്റർ, ഞാൻ ഇവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വായിക്കാം. 2024 നേരുള്ളതാക്കാൻ എല്ലാവരും ആട്ടം കാണുക. എന്തൊരു സിനിമയാണിത്. അസ്ഗർ ഫർഹാദിയുടെ ഒരു സിനിമ മലയാളം പറഞ്ഞതുപോലെ വെടിയും പുകയും കാതടപ്പിക്കുന്ന ബീജിയവും ഇല്ലാതെ സ്ക്രീനിൽ RDX വിസ്ഫോടനം തീർക്കാൻ നിസ്സാരമായ മനുഷ്യരുടെ മൗനം മതി എന്ന് ആട്ടം പറയുന്നു. 12 പുരുഷന്മാരും ഒരു സ്ത്രീയും സംസാരിച്ചു തുടങ്ങുമ്പോൾ കോട്ടകയിൽ ഗന്ധകം മണക്കും, പുറത്ത് കാറ്റടിക്കും, മഴ മുഴങ്ങും. ആനന്ദ് ദേഗശ്രീയും കൂട്ടുകാരും മലയാള സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു. ആട്ടം കാണാൻ KG ജോർജ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ നല്ല റിവ്യൂ ഉണ്ടോ? നേര് തിയേറ്ററിലുണ്ടല്ലോ, അപ്പൊ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ഒന്നുകൂടെ മികച്ച സിനിമയാണ് ആട്ടം എന്നൊക്കെ റിവ്യൂ ചെയ്തത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാ?
ലാലേട്ടന്റെ ഫാൻസിനെ കൂടെ നമ്മൾ അടിപൊളിക്കാണോ ഒന്ന് കമ്പാരിസണിൽ അർത്ഥമില്ലുള്ളൂ ഈ പറയുന്ന പോലെ ആ നേര് ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് അത് ഇത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ലൈക്ക് മറ്റേ ലോകങ്ങളുടെ ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറൊക്കെയാണ്. അപ്പോൾ കമ്പാരിസണിലൊന്നും അർത്ഥമില്ല. നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയെ കുറിച്ചിട്ട് നമുക്ക് പറയാം. നമ്മുടെ സിനിമ ഗംഭീര സിനിമയാണ്. സിനിമ ഇപ്പോൾ 100 പേര് കണ്ടാൽ 100 പേർക്കും സിനിമ ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്തുള്ള ഒരു അഭിമാനമൊക്കെയാണ്. വേറൊരു സിനിമയായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ സിനിമ മാത്രം എന്നുള്ളതല്ല, അതൊരു ഗംഭീര അല്ലേ, ഗംഭീര സിനിമ ആയത് കൊണ്ടിട്ടാണ് സിനിമ ഇത്ര നാളായിട്ട് തിയേറ്ററിൽ നിൽക്കുകയും ഈ നേരത്തെ വൈശാഖ് പറഞ്ഞ പോലെ ഏതോ 100 കോടി ക്ലബിലേക്ക് കയറാനുള്ള യാത്രയാണ് ആ സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയൊന്നും വേണ്ട, എന്നാലും 100 കോടി 50 കോടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ് സ്വപ്നം. തിയേറ്ററിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം തിയേറ്റർ വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ഇടങ്ങളിൽ ചിരിക്കുന്നു, ഒരുപാട് കയ്യടികൾ, സിനിമ കഴിയുമ്പോൾ ഉള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതൊക്കെ മതി, ഹാപ്പിയാണ്. വേണ്ട 100 കോടി വേണ്ട. അതെ, ഇത് 100 കോടി നിൽക്കുമ്പോൾ കയ്യാ പിന്നെ അങ്ങനെ കേൾക്കുമ്പോഴോ നേരായിട്ടുള്ള കമ്പാരിസണേ അത് എനിക്കത് റോങ് ആയിട്ടാ ഫീൽ ചെയ്യും. നമ്മള് ഇപ്പൊ നമ്മള് പറയില്ല ഈ ആർട്ടിനെ സംബന്ധിച്ച് നമുക്ക് കണക്ക് പോലെ അല്ലല്ലോ ചില മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ആർട്ടിൽ നമുക്ക് മാർക്ക് ഇടാൻ പറ്റില്ല, ഫോർമുല ഇല്ല. ഇപ്പൊ ആനന്ദ് ഈ സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആനന്ദിന്റെ സിനിമ പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ ഓരോ സിഗ്നേച്ചർ ഓരോ ആളുകളുടെയാണ്. നമുക്ക് ഈ വർക്കും കൂടെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് അത്ര ഈ പറയുന്ന പോലെ വലിയൊരു ഭയങ്കര ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിന്റെ സിനിമ നമ്മുടെ സിനിമയായിട്ട്. നമ്മുടെ സിനിമ ആളുകൾ ഗംഭീരം എന്ന് പറയുന്നു, കാണുന്ന ആളുകൾ ഹാപ്പി ആവുന്നു, അവർ കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തിക്കുന്നു, നമ്മളുടെ ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് ഷോസ് കൂടുന്നു, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുന്നു, കൂടുതൽ കളക്ഷൻ വരുന്നു. ഏറ്റവും എനിക്ക് ഇന്ന് ഇപ്പൊ ആനന്ദ് പറഞ്ഞു ഏറ്റവും സന്തോഷമുള്ള ആദ്യത്തെ ഷോ കണ്ടതിന് 3 ഇരട്ടി ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്, അതിലും കൂടുതൽ ആളുകളാണ് അത് കഴിഞ്ഞിട്ടുള്ള ഷോ ഉണ്ട്. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ നമുക്കുള്ളൂ. മാത്രമല്ല ഇപ്പൊ നേരെന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് വിജയം വരുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ആ കൾച്ചർ ഉണ്ടാവുന്നതുകൊണ്ടാണ് മറ്റു സിനിമ വിജയിക്കുന്നത്. അതൊരു നേരിന്റെ കൂടെ ഇറങ്ങുന്നത് നമ്മളിപ്പോ ഉള്ളത് തന്നെ നമ്മുടെ ഒരു മഹാഭാഗ്യം. അല്ലാതെ ഒരു കമ്പാരിസണും ഇല്ല നേരുമായിട്ട്. ഒരു നടൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ ലെജൻസ് വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള തരത്തില് നമ്മൾ ഭയങ്കര സൂപ്പർ പ്രൗഡാണ്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇപ്പൊ ഞാൻ പല ഇന്റർവ്യൂവിലും നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ വാനപ്രസ്ഥം അല്ലെങ്കിൽ വിധേയൻ, അംബേദ്കർ അല്ലെ അത്തരം സിനിമകളൊക്കെ വാസ്തുകാരെയൊക്കെ നമുക്കവിടെ സ്ക്രീനിങ് ഉണ്ടാവും. അപ്പൊ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്തോ പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങള വീടിന്റെ വാതിക്ക് നിൽക്കുന്ന പോലെ ഞാൻ പറഞ്ഞ സ്റ്റൈലായിട്ടൊക്കെ പോയി നിൽക്കും. എന്തിനാ കാര്യം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരെയാണ്. അല്ലെങ്കിൽ കേരളം മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുഖങ്ങളാണ് അന്യഭാഷക്കാർക്ക്. അപ്പോൾ നേര് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലുള്ളപ്പോൾ നമ്മുടെ സിനിമ വരുന്നു, 2 സിനിമക്ക് നല്ല അഭിപ്രായം വരുന്നു, അതൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അശ്വൻ ഗോപി റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, വളരെ മികച്ച റിവ്യൂ ആണ് ഇട്ടത്. അപ്പൊ അതിന്റെ താഴെ ഇരുന്നത് അശ്വൻ ഗോപിന് പൈസ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യിപ്പിച്ച റിവ്യൂ ആണ്, അല്ലാതെ ആളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അശ്വന്ത് ഗോപിനോട് ചോദിച്ചു, നമ്മളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, പുള്ളി പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. KG ജോർജിന്റെ ഒരു ഇന്റർവ്യൂവിൽ KG ജോർജ് പറയണ്ടായി, കല എന്ന് പറയുന്നത് ആളുകളെ സംസാരിച്ച് അവർക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ അത് കലാസൃഷ്ടിയാവൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അവാർഡ് പോലെയുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. അല്ല, നമുക്കിപ്പോൾ അങ്ങനെ ഈ പറയുന്നത് പോലെ ഈ അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലും കൂടിയാണ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്യാരക്ടർ റോൾസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് ഈ വില്ലൻ അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് അല്ലെങ്കിൽ ഹ്യൂമർ അങ്ങനൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാവും. അതല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ചിലപ്പം ചില സിനിമകൾക്കകത്ത് ചില സിനിമകൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയുള്ള സിനിമയായിരിക്കും. ചിലത് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഒരു സംഭവമായിരിക്കാം. ചിലപ്പോൾ ചിലത് നമുക്ക് കൺഫ്യൂഷനാകും, ഇത് നന്നാവുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സിനിമകളുടെ കാര്യമില്ല. പക്ഷെ എല്ലാത്തരം വേഷങ്ങളും ചെയ്തു പോകുന്ന ഒരു ആക്ടർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം.
ഹ്യൂമർ എൻ്റെ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് ട്യൂൺഡാണ് ഹ്യൂമർ ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ എന്താണ് ഒരു നെഗറ്റീവ് റോൾസ് അല്ലെങ്കിൽ അതേപോലുള്ള ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യാനാണ് കൂടുതൽ എനിക്കിഷ്ടം. എന്നാലും തമാശ റോളുകളും ഇഷ്ടമാണ്.